ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാമെന്ന് കരുതേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. SIT അന്വേഷണം ശരിയായ നിലയിലാണ് നടക്കുന്നതെന്നാണ് മന്ത്രി പി രാജീവിന്റെ അഭിപ്രായം. തന്ത്രി കണ്ഠരര് രാജീവര് തന്റെ നാട്ടുകാരനും വേണ്ടപ്പെട്ടയാളുമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ. അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകൂ. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അത് അവർ നിയമത്തിൻ്റെ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അയ്യപ്പൻ്റെ മുതൽ കെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അത് അന്വേഷണം നല്ല നില നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വരട്ടെ, എന്താണ് കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. അതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ നാട്ടുകാരനാണെന്നുള്ള കാര്യം, എനിക്ക് വളരെ ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ട ആളാണെന്നുള്ള കാര്യം വസ്തുതാപരമായി ശരിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.